തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾക്കും പ്രിസിഷൻ ബോംബുകൾക്കും റോക്കറ്റുകൾക്കും ഒക്കെയുള്ള വലിയൊരു നിർമ്മിതിയിടമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇപ്പോഴിതാ ഇന്ത്യ ലേസർ ആയുധങ്ങളിലേക്ക് കടക്കുകയാണ്. ഡയറക്റ്റ് എനർജി കൊണ്ട് ശത്രുക്കളെ നിമിഷ നേരം കൊണ്ട് തകർത്തറിയാവുന്ന ലേസർ ആയുധങ്ങൾ. അമേരിക്കയ്ക്ക് 300 കിലോവാട്ട് ശക്തിയുള്ള ലേസർ ആയുധങ്ങൾ പക്കലുണ്ടെങ്കിൽ ഇസ്രയേലിൻ്റെ പക്കലുള്ള അയൺ ബീമിന് 100 കിലോവാട്ട് ശേഷിയാണ് ഉള്ളതെങ്കിൽ ചൈന 100 കിലോവാട്ട് ശക്തിയുള്ള ഒരു ലേസർ ആയുധം വികസിപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അഭിമാനമായ DRDO ഇതാ സൂര്യ എന്ന് പേരിട്ട 300 കിലോമീറ്റർ പ്രകൃതിശേഷിയുള്ള ലേസർ ആയുധമാണ് ഇപ്പോൾ വികസിപ്പിക്കുന്നത്. ഇതോടെ ഇന്ത്യയെ തൊടാൻ തുനിയുന്ന ശത്രുക്കൾക്കിനി ലേസർ ആയുധങ്ങളുടെ നല്ല ചൂടറിയുമെന്ന് വ്യക്തം. ഇന്ത്യക്കെതിരെ അതിർത്തി കടന്നു വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഏതായാലും അത് നിമിഷങ്ങൾക്കകം തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ള നൂതന ലേസർ പ്രതിരോധ സംവിധാനമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. പാകിസ്ഥാനും ചൈനയുമെങ്കിലും ഒന്നുകൂടി വിറയ്ക്കുമെന്ന് ഉറപ്പ്. 20 കിലോമീറ്റർ ദൂരത്തു നിന്ന് വരുന്ന ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ഹൈ എനർജി ലേസർ ആയുധത്തിന് സൂര്യ എന്നാണ് DRDO പേരിട്ടിരിക്കുന്നത്. 2027 സൂര്യയുടെ ആദ്യ പരീക്ഷണം നടക്കുമെന്നാണ് കരുതുന്നത്. പ്രധാനമായും ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമായാണ് സൂര്യയെ DRDO വികസിപ്പിക്കുന്നത്. ഇതിന് പുറമെ ഡ്രോണുകൾ, റോക്കറ്റുകൾ തുടങ്ങിയവയും സൂര്യ നിർവീര്യമാക്കുമെന്ന് ഉറപ്പാണ്. എന്താണ് ലേസർ ആയുധങ്ങളുടെ ഗുണം? നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഭീമമായ ചിലവാണ് ഓരോ സമയത്തും വേണ്ടിവരിക. ഓരോ ഘട്ടവും വികസിപ്പിക്കുന്നതിനും പ്രതിരോധ സംവിധാനങ്ങൾക്ക് ആവശ്യമായ ബാറ്ററി അടക്കം ഒന്നിലധികം വാഹനങ്ങളിൽ വഹിക്കേണ്ടതിനുമൊക്കെ ഭീമമായ ചിലവ് വരും. കൂടാതെ കനത്ത അറ്റകുറ്റപ്പണി ചിലവും. പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങളിൽ മിസൈലുകളോ റോക്കറ്റുകളോ ഉപയോഗിച്ചാണ് ശത്രു മിസൈലുകളെയും വിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ നേരിടുന്നത്. ഇവ നിർമ്മിക്കാനും ഒരു സ്ഥലത്തേക്ക് എത്തിക്കാനും ഉപയോഗിക്കാനും വീണ്ടും വീണ്ടും പണം ചെലവാക്കേണ്ടി വരും. എന്നാൽ നന്നേ ചെലവ് കുറഞ്ഞ ഒരു അടുത്ത തലമുറ ആയുധമെന്ന നിലയിലാണ് ലേസർ ആയുധങ്ങളെ ലോകം നോക്കിക്കാണുന്നത്. കുറഞ്ഞ ചെലവിൽ കനത്ത ഊർജ്ജപ്രഹരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ ശത്രുവിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനും സാധിക്കും. കണ്ണടച്ച് തുറക്കുന്നതിനേക്കാൾ വേഗത്തിൽ ശത്രുവിന്റെ ആക്രമണങ്ങളെ നിർവീര്യമാക്കുമെന്നതിനാൽ ഹൈപ്പർസോണിക് ആയുധങ്ങളെ വരെ ഈ ലേസർ ആയുധങ്ങൾക്ക് പ്രതിരോധിക്കാനുമാകും. ശത്രു വിമാനങ്ങൾ, മിസൈലുകൾ എന്നിവയൊക്കെ തകർക്കുമ്പോഴുണ്ടാകുന്ന നാശനഷ്ടങ്ങളും പരമാവധി കുറയ്ക്കാം. നിലവിൽ അമേരിക്ക, ചൈന, ഇസ്രയേൽ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ലേസർ അടിസ്ഥാനമാക്കിയ ഈ ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്, തങ്ങളുടെ ആയുധശേഷിയിലേക്ക് കൂട്ടിയിട്ടുമുണ്ട്. ഈ നിലയിലേക്കാണ് ഇന്ത്യയും ഘട്ടം ഘട്ടമായി എത്തുന്നത്. നിലവിൽ ഈ രാജ്യങ്ങൾ വെളിപ്പെടുത്തിയ വിവരങ്ങൾ വെച്ച് നോക്കിയാൽ സൂര്യയുടെ ശേഷി ഇവയ്ക്ക് കിടപിടിക്കുന്നത് തന്നെയാണ്. അമേരിക്ക പരീക്ഷിച്ച ഹൈ എനർജി ലേസർ വെപ്പൺ സിസ്റ്റത്തിന് 300 കിലോവാട്ട് കരുത്തുണ്ട്. ഇതിന്റെ 500 കിലോവാട്ടിന്റെ ലേസർ ആയുധത്തിന്റെ വികസനത്തിലാണ് അമേരിക്ക. ചൈനയുടെ പണിപ്പുരയിലുള്ള ഷെങ് 1 എന്ന ലേസർ ആയുധത്തിന് 100 കിലോവാട്ട് ശേഷിയാണുള്ളത്. ഇതിന് 2 കിലോമീറ്റർ ദൂരെ വരെയുള്ള ലക്ഷ്യങ്ങൾ മാത്രമേ നേടാനുമാകൂ. ഇസ്രായേലിന്റെ പക്കലുള്ള അയൺ ബീമിന് 100 കിലോവാട്ട് ശേഷിയാണുള്ളത്. നിലവിൽ ഇതും അവസാനഘട്ട പരീക്ഷണത്തിലാണ്. റഷ്യയും ഇതുപോലൊരു ലേസർ ആയുധത്തിന്റെ ഗവേഷണത്തിലാണ്. 100 കിലോവാട്ടിന്റെയും 50 കിലോവാട്ടിന്റെയും ലേസർ ആയുധങ്ങൾ DRDO ഇതിനകം തന്നെ പുറത്തിറക്കിയിരുന്നു. അവയുടെ പരീക്ഷണവും നടക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് 300 കിലോവാട്ടിന്റെ ലേസർ ആയുധം ഇന്ത്യ വികസിപ്പിക്കുന്നത്. എന്തായാലും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ ലേസർ ആയുധങ്ങൾ ലോകരാജ്യങ്ങളുടെ ആയുധങ്ങൾക്കൊപ്പം കിടപിടിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. കാര്യപ്രാപ്തിയിലായാലും പ്രവർത്തനശേഷിയിലായാലും ഇന്ത്യയുടെ മിസൈലുകളടക്കം ആയുധങ്ങൾ ഇപ്പോൾ തന്നെ ലോക പ്രശസ്തമാണ്. ബ്രഹ്മോസ് അടക്കം ഇന്ത്യൻ നിർമ്മിത മിസൈലുകളുടെ അഭിമാനമായി മാറാൻ പോകുകയാണ് ഇനി ഇന്ത്യയുടെ സൂര്യ എന്ന ലേസർ ആയുധങ്ങളും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.